മുഖ്യമന്ത്രി വിജയ് നായകനായി എത്തിയ ചിത്രം ജനനായകൻ ജൂൺ 19 തിയേറ്ററുകളിലെത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ജൂൺ 19 ചിത്രം എത്തുന്നതും ജൂൺ 22 വിജയുടെ പിറന്നാൾ അടുത്തുവരുന്നതും ആരാധകർക്ക് വലിയ ആവേശമാണ്. മുഖ്യമന്ത്രി വിജയ് നായകനായി എച്ച് വിനോദ് സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ജനനായകൻ ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത്. ഡിസ്ട്രിക്റ്റ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് ഈ വിവരം ആദ്യം പുറത്തുവന്നത്. ജൂൺ 19 ചിത്രം എത്തുന്നതും ജൂൺ 22 വിജയുടെ പിറന്നാൾ അടുത്തുവരുന്നതും ആരാധകർക്ക് വലിയ ആവേശമാണ്. എന്നിരുന്നാലും ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ നിന്ന് ഇതുവരേക്കും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഡിസ്ട്രിക്റ്റ് ആപ്പിൽ വന്നതോടെ ഈ വാർത്ത സത്യമാണെന്നാണ് ചിലർ വിലയിരുത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് ചുമതലയേറ്റ ശേഷം പുറത്തിറങ്ങുന്ന ചിത്രത്തിനായി ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ പൊങ്കലിന് റിലീസ് ചെയ്യാനൊരുങ്ങിയ ചിത്രം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസവും ഓൺലൈൻ ചോർച്ചയും കാരണം മുടങ്ങിയിരുന്നു. ഇപ്പോഴും ജനനായകൻ എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. സൈനിക ദൃശ്യങ്ങളും ചില വിവാദ രംഗങ്ങളും കാരണമാണ് ബോർഡ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരിക്കുന്നത്. തുടർന്ന് അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിച്ചെങ്കിലും നടപടികൾ നീണ്ടപ്പോൾ അപ്പീൽ പിൻവലിച്ച് ചിത്രം വീണ്ടും സെൻസർ ബോർഡിന് സമർപ്പിക്കുകയായിരുന്നു. നിലവിൽ സെൻസർ ബോർഡിന്റെ പരിഗണനയിലാണ് ചിത്രമുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം വിവാദ രംഗങ്ങളിൽ ചിലത് നീക്കം ചെയ്യാൻ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാറ്റങ്ങൾ വരുത്തി ചിത്രം വീണ്ടും സമർപ്പിക്കുകയായിരുന്നു. ചിത്രത്തിൽ ദളപതി വിജയ് എന്നതിന് പകരം മുഖ്യമന്ത്രി വിജയ് എന്നായിരിക്കും തലക്കെട്ടെന്നും വിവരങ്ങളുണ്ട്. നിലവിൽ സെൻസർ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.